വിശുദ്ധരുടെ ജീവിതം നമുക്കെന്നും പ്രചോദനമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുക സിയന്നായിലെ വിശുദ്ധ ബെർണഡിൻ. ഈശോയുടെ നാമത്തിൻ്റെ വലിയ ശക്തിയെങ്ങും പ്രചരിപ്പിച്ച വിശുദ്ധൻ, കാലഘട്ടത്തിൻ്റെ പൗലോസ്ലീഹ എന്നറിയപ്പെട്ട വിശുദ്ധൻ. വിശുദ്ധ ബെർണാഡിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഇപ്പോൾ കടന്നു ചെല്ലാം. വിശുദ്ധൻ ജനിച്ചത് ഇറ്റലിയിലെ സിയന്നായിലെ മാസ മർട്ടീന എന്ന പ്രദേശത്താണ്. 1380 സെപ്റ്റംബർ 8-നാണ്. സെപ്റ്റംബർ 8 നമുക്കറിയാം പരിശുദ്ധ കന്യകയുടെ ജനന തിരുനാളാണ്. ബെർണഡിൻ്റെ അപ്പൻ ആൽബർട്ടെല്ലോ, അമ്മ റണീര. ഇവർ വാത്സല്യത്തോടെ വളർത്തി. പക്ഷേ 3 വയസ്സിൽ അമ്മ മരിച്ചുപോയി. കുഞ്ഞിന് 7 വയസ്സുള്ളപ്പോൾ അപ്പച്ചനും മരിച്ചുപോയി. പിന്നെ ആൻറ്റി ഡിയാനയാണ് കുഞ്ഞ് ബെർണഡിനെ വളർത്തിയത്. ഒത്തിരി വാത്സല്യത്തോടെ ആൻറ്റി വളർത്തി. ഒപ്പം തന്നെ ആത്മീയമായ കാര്യങ്ങളിലും ഏറെ ശ്രദ്ധ പതിപ്പിച്ചു. കുഞ്ഞ് നല്ല മിടുക്കനായിട്ട് സ്നേഹം സ്വീകരിച്ച് തന്നെ വളർന്നു വന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമായപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു. ക്ലാസ്സിലെല്ലാം ഉന്നത വിജയം നേടി. പഠിക്കുന്നതോടൊപ്പം തന്നെ സ്വഭാവത്തിലും നല്ല മൂല്യങ്ങൾ വളർത്തി. എല്ലാവരെയും സഹായിക്കാൻ എപ്പോഴും ഭയങ്കര താല്പര്യമാണ്. ഭക്ഷണം കഴിക്കാത്തവർക്ക് ചിലപ്പോൾ സ്വന്തം ഭക്ഷണം വേണ്ട എന്ന് വെച്ച് പോലും ഭക്ഷണം കൊടുക്കാറുണ്ട്. സ്വഭാവം ശാന്തമാണെങ്കിലും പാപത്തോട് എപ്പോഴും നോ പറയുന്ന സ്വഭാവമാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്തെങ്കിലും കുറുമ്പ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളിങ്ങനെ പറയും, ദേ ഓടിക്കോട്ടെ, ദേ ബെർണഡിൻ കാണുന്നുണ്ട്, നമ്മളെ തെറ്റ് ചെയ്യേണ്ടാട്ടാ, നമുക്ക് ഓടിപ്പോകാം, ദാ ബെർണഡിൻ വരുന്നുണ്ടെന്ന്. അത്രമാത്രം പാപത്തോട് ബെർണഡിൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെന്ന് കൂട്ടുകാർക്ക് പോലും അറിയാമായിരുന്നു. അങ്ങനെ മിടുക്കനായിട്ട് വളർന്നു വരികയാണ്. 17-ാം വയസ്സിൽ കാനൺ ലോ പഠിച്ചു. അതുപോലെ തന്നെ സിവിൽ കോഴ്സും പാസ്സായി. അപ്പോൾ ആ നാട്ടിലുള്ള ഇടവകയിലെ മരിയൻ സൊഡാലിറ്റിയിലെ അംഗത്വം സ്വീകരിച്ചു. മരിയൻ സൊഡാലിറ്റിയിലെ മെമ്പേഴ്സിൻ്റെ പ്രത്യേകത, അവർ രോഗികളെ പരിചരിക്കും, മറ്റ് സഹായ സഹകരണങ്ങൾ എല്ലാവർക്കും ചെയ്യും. എവിടെയൊക്കെയാണോ എന്തൊക്കെയാണോ ആവശ്യം അവിടങ്ങളിലെല്ലാം ഇറങ്ങി പുറപ്പെടുന്നവരാണ് ഈ സഖ്യത്തിലെ മെമ്പേഴ്സ്. ആ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടാകുകയാണ്. 1400-ാം ആണ്ടിൽ ഇറ്റലിയിൽ, പ്രത്യേകിച്ച് സിയന്നയിലൊക്കെ ഒരു വലിയ പ്ലേഗ് പടർന്നു പിടിച്ചു. ദിവസവും ഓരോ ഹോസ്പിറ്റലിലും 20 പേർ വീതം മരിച്ചു പോകുന്ന ഒരു കണ്ടീഷൻ വരികയാണ്. ആശുപത്രിയിൽ പോലും സേവനം ചെയ്യുവാനുള്ള നേഴ്സസോ ഡോക്ടേഴ്സോ ഇല്ലാതായി. അങ്ങനെ തങ്ങളുടെ നാട്ടിലുള്ള സാന്താമരിയ ഹോസ്പിറ്റലിൽ നേതൃത്വമെടുക്കാൻ ആരുമില്ലാതായപ്പോൾ സ്വമനസ്സോടെ ഈ 20 വയസ്സുകാരൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. കൂടെ ചേർക്കാനായിട്ട് തൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള 10 പേരെ കൂടെ വേഗം വിളിച്ചു. ഇവരുടെ നേതൃത്വത്തിൽ രോഗീപരിചരണം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ രോഗികളെ പരിചരിക്കുകയാണ്. രോഗികളെ പരിചരിക്കുന്നു. മരിക്കാനായിട്ട് പോകുന്നവരെ, മരണാസന്നരെ നല്ല മരണത്തിന് ഒരുക്കുന്നു. അതുപോലെ തന്നെ മരിച്ചുപോയവരുടെ ഡെഡ് ബോഡി സംസ്കരിക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അങ്ങനെ രാവും പകലും കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ കൂട്ടുകാർ പലരും മരിച്ചു പോകാൻ ഇടയായി. ഈ രോഗം വന്നിട്ട് തന്നെയും ഈ രോഗം ബാധിച്ചു. പക്ഷേ അധികം ഗൗരവതരമായില്ല. റെസ്റ്റ് എടുത്ത് സൗഖ്യത്തിലേക്ക് വന്നു. 4 മാസത്തോളം കംപ്ലീറ്റ് റെസ്റ്റ് വേണ്ടി വന്നു. തൻ്റെ അമ്മായിക്കും ഈ പ്ലേഗ് രോഗത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റായിട്ട് കണ്ണിന് രോഗം ബാധിച്ച് കിടക്കുകയാണ്. 14 മാസത്തോളം ആൻറ്റി രോഗക്കിടക്കയിലായി. അതിനെ തുടർന്ന് മരണത്തിലേക്ക് കടക്കുകയാണ്. ഈ ആൻറ്റിയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ബെർണഡിൻ ശുശ്രൂഷിച്ചിരുന്നു. അപ്പോഴെല്ലാം ആൻറ്റിയിൽ ശ്രദ്ധിച്ചത്, ആൻറ്റി എപ്പോഴും യേശുവേ യേശുവേ എന്ന് ഉള്ളുകൊണ്ടിങ്ങനെ പറയുന്നു, അധരം കൊണ്ട് പറയുന്നു. കുഞ്ഞുനാളിലെ മുതൽ ബെർണഡിൻ കേട്ടതാണ് ആൻറ്റിയുടെ ചുണ്ടിലെ ഈ വാക്കുകൾ, ഈശോയെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഈശോയെ വരണമേ രക്ഷിക്കണമേ എന്ന്. അങ്ങനെ രോഗക്കിടകയിൽ കിടക്കുന്ന ആൻറ്റിയും മരണത്തിന് കീഴടങ്ങുകയാണ്. പക്ഷെ സന്തോഷത്തോടെ യേശുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇത് കണ്ടപ്പോൾ ബെർണഡിൻ വിചാരിച്ചു, എനിക്കും ഈശോയുടെ നാമത്തിൻ്റെ ശക്തി അറിയണം, ഈശോയുടെ നാമത്തിൻ്റെ മഹത്വം എനിക്കും ലോകമെങ്ങും പ്രഘോഷിക്കണം. തുടർന്ന് ബെർണഡിൻ ഫ്രാൻസിസ്കൻസിൻ്റെ ഒബ്സർവൻറ്റ്
ഫ്രയർ മൈനർ എന്ന ഒരു സഭാവിഭാഗത്തിൽ അംഗത്വം സ്വീകരിക്കുകയാണ്. സഭയിൽ ചേർന്നപ്പോൾ ബെർണാഡിനുള്ളിൽ വിചാരിച്ചു, എനിക്കൊത്തിരി സുഹൃത്തുക്കളുണ്ട്, ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട്. അവരോടുള്ള ബന്ധത്തേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ ദൈവത്തോട് കൂടുതൽ ഡീപ്പായിട്ടുള്ളൊരു ബന്ധം വേണം. അതിനു വേണ്ടിയിട്ട് എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് അവരെ കാണണ്ട, അവർ വന്നാലും എന്നെ കണ്ട് സംസാരിക്കാതിരിക്കാനുള്ള ഒരു സൗകര്യം ലഭിക്കാൻ വേണ്ടി ബെർണാഡിൻ അകലെയുള്ള ഒരാശ്രമത്തിലേക്ക് അനുവാദം ചോദിച്ച് അവിടെ പോവുകയാണ്. അവിടെ ഏകാന്തതയിലും പ്രാർത്ഥനയിലും ഈശോയോടുള്ള ആഴമായ ബന്ധത്തിൽ ഇങ്ങനെ വളർന്നു വന്നു. തുടർന്ന് 1402 സഭാവസ്ത്രം സ്വീകരിച്ചു. അതൊരു സെപ്റ്റംബർ 8-നാണ്. 1403 വ്രതം അനുഷ്ഠിച്ചു. അതും ഒരു സെപ്റ്റംബർ 8-നാണ്. 1404 പൗരോഹിത്യം സ്വീകരിച്ചു. അതും സെപ്റ്റംബർ 8. നമുക്കറിയാം സെപ്റ്റംബർ 8 ജീവിതവുമായിട്ട് അഗാധമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ജനിച്ചത്, പിന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം മാതാവിൻ്റെ ജനന തിരുനാൾ ദിവസം തന്നെ. അങ്ങനെ ഈശോയോടുള്ള സ്നേഹത്തിൽ വളർന്നു വന്നു. ഒരു ദിവസം തങ്ങളുടെ പ്രദേശത്ത് അന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നമുക്കെല്ലാം അറിയുന്ന വിശുദ്ധ വിൻസെന്റ് ഫെറർ, അന്ന് അദ്ദേഹം അവിടെ വചനം പ്രഘോഷിക്കാനായിട്ട് തങ്ങളുടെ പ്രദേശത്ത് വന്നു. അത് കേൾക്കാനായിട്ട് ബെർണാഡിനും പോയിരുന്നു. വിൻസെന്റ് ഫെറർ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്: എൻ്റെ ഈ പ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുവൻ വലിയൊരു മിഷണറിയാകും, അവനൊരു വിശുദ്ധനായിത്തീരും. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ദൗത്യം ഈ ഇറ്റലി മുഴുവൻ ചെയ്യാൻ ഇനി ഞാനായിരിക്കുകയില്ല, അവനായിരിക്കും എനിക്ക് പകരം ചെയ്യുക. ഞാൻ എൻ്റെ സ്ഥലത്തേക്ക്, ദൈവം നിയോഗിക്കുന്ന മറ്റു സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. അങ്ങനെ ഒരു പ്രവചനം പോലെ ഫെറർ അവിടെ പ്രസംഗിക്കുകയാണ്. തുടർന്ന് 12 വർഷത്തേക്ക് ആരും അറിയപ്പെടാത്ത ഏകാന്ത ജീവിതമാണ് ബെർണാഡിൻ നയിച്ചത്. സ്വസ്ഥമായിട്ട് ഏകാന്തമായിട്ട് ഈശോയുടെ സന്നിധിയിലിരുന്നു, പരിഹാര കൃത്യങ്ങൾ ചെയ്തു, പഠിച്ചു. ദൈവമേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ ഇഷ്ടം എന്താ, എന്നോടൊന്ന് പറയണം കേട്ടോ, നീ പറയണം, നീ പറഞ്ഞാലേ ഞാൻ അടുത്ത സ്റ്റെപ്പ് വയ്ക്കൂ എന്ന് പറഞ്ഞ് ദൈവസ്വരത്തിന് വേണ്ടി കാത്ത് എന്നും ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. ഒരു ദിവസം ആശ്രമത്തിലൊരു സംഭവം ഉണ്ടായി. അവിടെ വൈദിക വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരു നോവിസ്, ഒരു വൈദിക വിദ്യാർത്ഥി പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം വന്നിങ്ങനെ പറയുകയാണ്: ബഹുമാനപ്പെട്ട ബെർണാഡിൻ, ദൈവം പറയുന്നു, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപകളെല്ലാം ഒളിച്ചു വെച്ച് ഇവിടെ ഇരിക്കരുത്. ലംബാർഡിയയിലേക്ക് ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. ലംബാർഡിയയിലെ ജനങ്ങൾ അങ്ങയെ കാത്ത് അവിടെ ഇരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ടു, എന്താ ഇങ്ങനെ ഈ ബ്രദർ ഇങ്ങനെ പറയുന്നേ? ഇതുപോലെ 3 ദിവസം ഇങ്ങനെ തന്നെ പ്രവചനം പോലെ, ഇങ്ങനെ ഒരു അരുളപ്പാട് പോലെ ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ബ്രദറിനോട് ചോദിച്ചു, എന്താ ബ്രദർ ഇങ്ങനെ പറയുന്നേ? എന്നോടൊരു ഉന്നതത്തിലെ ശക്തി ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയാതിരിക്കാൻ എനിക്ക് വയ്യ. ഇത് കേട്ടപ്പോൾ അധികാരികൾക്കെല്ലാം ഇതിലെ ദൈവഹിതം മനസ്സിലായി. പെട്ടെന്ന് ബെർണാഡിനെ സുവിശേഷ വേലയ്ക്കായിട്ട് അയക്കുകയാണ്, ലംബാർഡിയയിലേക്ക് അയക്കുകയാണ്. ലംബാർഡിയയിലേക്കുള്ള വഴിയിൽ മിലാനിലാണ് ആദ്യമായിട്ട് പ്രസംഗിച്ചത്. യേശുനാമത്തിൻ്റെ മഹത്വം, യേശു രക്ഷിക്കും, യേശുവിൻ്റെ നാമത്തിന് മനുഷ്യരെ മുഴുവൻ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുവാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ് അവിടെ പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗത്തിൻ്റെ അഭിഷേകം അറിഞ്ഞുകൊണ്ട് ആളുകൾ അവിടെ തടിച്ചുകൂടുകയാണ്. 30,000-ഓളം പേരൊക്കെ ഒരു ട്രിപ്പിൽ പ്രസംഗം കേൾക്കാനായിട്ട് അവിടെ കൂടുമായിരുന്നു. അതുകൊണ്ടൊരു ഹോളിലും ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് പൊതു വഴികളിൽ അല്ലെങ്കിൽ പൊതു ഗ്രൗണ്ടുകളിലെല്ലാമാണ് പ്രസംഗങ്ങൾ നടത്തുക. ആളുകളെല്ലാം മാനസാന്തരപ്പെട്ടു. പരസ്പരം വെട്ടിക്കൊന്നും തല്ലുകൂടിയും കഴിഞ്ഞിരുന്ന ആളുകളെല്ലാം കൈകോർത്ത് സ്നേഹത്തിലേക്ക് വന്നു. അങ്ങനെ എല്ലായിടത്തും ഒരു മാനസാന്തരം. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോഴും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ബെർണാഡിൻ്റെ പ്രത്യേകത, ബെർണാഡിൻ്റെ സ്വരം വളരെ പതിഞ്ഞതാണ്. നമുക്കറിയാം പ്രാസംഗികർക്ക് സ്വരമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രസംഗിക്കുക, സംശയമാകും. പക്ഷേ ആ സ്വരത്തെക്കാളും ആളുകളെ ആകർഷിച്ചത് അതിൻ്റെ അഭിഷേകമാണ്. പ്രസംഗം അങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷെ ബെർണാഡിനുള്ളിലൊരു വിഷമം, എനിക്ക് സ്വരം എൻ്റെ പതിഞ്ഞതായതുകൊണ്ട് അതങ്ങോട്ട് പ്രഘോഷണത്തിന് പറ്റിയതല്ലല്ലോ. പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ, തുടർന്നും എൻ്റെ ജീവിതം മുഴുവൻ പ്രസംഗിക്കാനാണ് അങ്ങ് അയക്കുന്നതെങ്കിൽ എൻ്റെ സ്വരത്തെ ഒന്ന് ക്ലിയർ ആക്കണമേ, എനിക്കൊരു നല്ലൊരു സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു. ആ രാത്രിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു അഗ്നിഗോളം ഇറങ്ങി വന്ന് നെഞ്ചിൽ പതിക്കുകയാണ്. പിന്നീട് സംസാരിച്ചപ്പോഴെല്ലാം ശക്തമായ പ്രൗഢമായ സ്വരത്തിൽ പ്രസംഗിക്കുവാനായിട്ട് ബെർണാഡിന് സാധിച്ചു.
അതുകൊണ്ട് CNIയിലെ വിശുദ്ധ ബെർണഡിൻ ചെസ്റ്റ് സംബന്ധമായ രോഗങ്ങളുടെ എല്ലാം വലിയ മധ്യസ്ഥനാണ്, സൗഖ്യം നൽകുവാൻ കഴിവുള്ളവനാണ്, റെസ്പിറേറ്ററി പ്രോബ്ലംസിന് വലിയൊരു മധ്യസ്ഥനാണ്. അങ്ങനെ ഈശോയുടെ നാമത്തിൻ്റെ മഹത്വവും വലിയ രക്ഷാകര ശക്തിയും വീണ്ടും വീണ്ടും പ്രഘോഷിച്ചുകൊണ്ട് ബെർണഡിൻ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ബെർണഡിൻ വിചാരിച്ചു, യേശുവിൻ്റെ നാമം ജനങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഏറ്റവും വലിയൊരു വഴി, അതിനു വേണ്ടിയിട്ട് ഒരു ടാബ്ലറ്റ്, ഒരു ഫലകം, ഒരു ബോർഡ്, പ്ലക്കാർഡ് ഫോം ചെയ്യാമെന്ന്. IHS, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, IHS പരിചയമാണ്, എല്ലായിടത്തും കാണാം. നമുക്കറിയാം, നമ്മൾ സ്വീകരിക്കുന്ന തിരുവോസ്തിയിൽ IHS എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ വിശുദ്ധനാണ് ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്തത്. പള്ളിയിൽ കയറിയാൽ എല്ലായിടത്തും IHS എന്ന് കാണാം, എല്ലാ തിരുവസ്ത്രങ്ങളിൽ കാണാം, ചുമരുകളിൽ കാണാം, എല്ലാം പടങ്ങളിൽ കാണാം, എല്ലാം IHS. എന്താണ് IHS? ഈശോ എന്ന പേരിൻ്റെ ഗ്രീക്ക് നാമത്തിൻ്റെ ആദ്യത്തെ 3 അക്ഷരങ്ങളായിട്ടാണ് IHS എന്ന് ബെർണഡിൻ എടുത്തത്. പിന്നീട് ഈ IHS കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ലാറ്റിനിലുള്ള 3 വാക്കുകളുടെ ജീസസ്, ഈസസ് എന്ന് പറയാം, ലാറ്റിൻ വേർഡ്. അതുപോലെ തന്നെ ഹോമിനം മീൻസ് ഹ്യൂമാനിറ്റി, എസ് സാൽവേറ്റർ, സേവിയർ എന്ന് വെച്ചാൽ ജീസസ് ഈസ് ദ സേവിയർ ഓഫ് ദ ഹ്യൂമൻ കൈൻഡ്. ആ അർത്ഥത്തിലേക്ക് ഈ IHS വന്നു. ഈ IHS എന്ന ആലേഖനം ചെയ്ത പ്ലക്കാർഡുമായിട്ടാണ് എല്ലാ പ്രസംഗങ്ങൾക്കും ബെർണഡിൻ പോകാറ്. ഇത് കണ്ട് ജനങ്ങളെല്ലാം മാനസാന്തരപ്പെടുകയാണ്, തന്നെ ഈ നാമത്താൽ ജനം സൗഖ്യപ്പെടുകയാണ്. ആ നാട്ടിൽ നിലനിന്നിരുന്ന എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ എല്ലാം തനിയെ ഇല്ലാതാവുകയാണ്. ഒരിക്കൽ ഒരു ചൂതുകളിക്കാരൻ, അതായത് ചൂതുകളിക്ക് വേണ്ടിയിട്ട് ചീട്ടുകളെല്ലാം വിൽപ്പന ചെയ്യുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു കംപ്ലൈൻറ്റും കൊണ്ട് വിശുദ്ധൻ്റെ അടുത്തേക്ക്, ബെർണാഡിൻ്റെ അടുത്തേക്ക് വന്നു പറയുകയാണ്, ബെർണഡിൻ, താങ്കൾ പ്രസംഗിച്ചിട്ട് ഈ ജനം മുഴുവൻ മാനസാന്തരപ്പെട്ട് ഇപ്പോൾ എൻ്റെ ചീട്ട് വിൽക്കാൻ പറ്റുന്നില്ല, എൻ്റെ ബിസിനസ് എല്ലാം ആകെ താറുമാറായി, അതുകൊണ്ട് ഇതിനൊരു പരിഹാരം വേണം. ഉടനെ ബെർണഡിൻ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ വിഷമിക്കേണ്ട, ഒരു കാര്യം ചെയ്യേ, IHSൻ്റെ മെഡലുകൾ നിങ്ങൾ പ്രിൻ്റ് ചെയ്ത് അത് ഉണ്ടാക്കി നിങ്ങൾ വിൽക്ക്. ഉടനെ തന്നെ അയാൾ അതിൻ്റെ വ്യാപാരത്തിലേക്ക് കടന്നു. അതിവേഗം ജനങ്ങളെല്ലാം ഈ IHSൻ്റെ പ്രിൻറ്റിങ് വാങ്ങുകയും ഇയാൾക്കും ജീവിത നിലവാരം ഉയരുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ ഒത്തിരിയേറെ പ്രസംഗങ്ങൾ ബെർണഡിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ പ്രാസംഗികർക്കും എന്നതുപോലെ വിശുദ്ധ ബെർണാഡിനും ഏറെ എതിരാളികൾ ഉണ്ടാവുകയാണ്. കംപ്ലൈൻറ്റുകൾ മാർപ്പാപ്പയുടെ അടുത്തേക്ക് വരെ ചെല്ലുകയാണ്. ഉടനെ എല്ലാവരും തീരുമാനമെടുക്കുന്നു, എന്താണ് പ്രസംഗിക്കുന്നതെന്ന് എല്ലാ പ്രസംഗങ്ങളും വീണ്ടും പഠനവിധേയമാക്കിയിട്ട് അത് സത്യസന്ധമാണെങ്കിൽ, ശരിയാണെന്നുണ്ടെങ്കിലേ വീണ്ടും അത് അനുവദിക്കുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തോടുകൂടെ പഠനത്തിനായിട്ടൊരു കമ്മീഷനെ വയ്ക്കുകയാണ്. മാർപ്പാപ്പ തന്നെയാണ് ഇതിൻ്റെ നേതൃത്വം. മാർപ്പാപ്പ മാർട്ടിൻ 5-മനാണ് ഇതിൻ്റെ പഠനത്തിന് നേതൃത്വം കൊടുത്തത്. ഇവരിങ്ങനെ പഠിച്ച് മുന്നോട്ട് പോയി. അപ്പം ഈ കാലഘട്ടത്തിൽ ബെർണഡിനോട് പറഞ്ഞു, ഇതിൻ്റെ ഒരു റിസൾട്ട് വരും വരെ തുടർന്ന് ഇനി പ്രസംഗിക്കേണ്ട. ബെർണഡിൻ ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, ക്രൂശിത, എന്താണ് ഇതിനൊരു ഉത്തരം എന്താ? ഉടനെ ക്രൂശിതൻ്റെ മറുപടി, മകനെ, നീ എന്നോട് അനുരൂപപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ സഹനം ഞാൻ തരും, സാരമില്ല, നീ വിഷമിക്കേണ്ട, സന്തോഷത്തോടു കൂടി എന്നെ സ്വീകരിക്കുക. ഈ കമ്മീഷൻ ഇതിനെ വിശദമായിട്ട് പഠിച്ചു. എല്ലാ പ്രസംഗങ്ങളും പഠിച്ചതിന് ശേഷം മാർപ്പാപ്പ പറഞ്ഞു, ബെർണഡിൻ, വിഷമിക്കേണ്ട, നീ ചെയ്തത് സത്യമാണ്, ഈ പ്രസംഗങ്ങളെല്ലാം സത്യമാണ്. ഒരു കാര്യം ചെയ്യുക, ഈ പ്രദേശം മാത്രമല്ല, ഇറ്റലിയിലെ ആകമാനം വേഗം പോയിട്ട് എത്രയും വേഗം ഈ വിഷയങ്ങളെല്ലാം പ്രസംഗിക്കണം, ജനങ്ങളെയെല്ലാം രക്ഷിക്കണം. അപ്പം ബെർണഡിൻ കൂടുതൽ ശക്തിയോടുകൂടെ നാട് മുഴുവൻ നടന്ന്, ഇറ്റലി മുഴുവൻ നടന്ന് ജനങ്ങൾക്ക് മുഴുവൻ മാനസാന്തരത്തിൻ്റെ അനുഭവം, രക്ഷയുടെ അനുഭവം കൊടുക്കുകയാണ്. തുടർന്ന് അടുത്ത കൊല്ലങ്ങളിലെല്ലാം ബെർണഡിനെ മെത്രാനാക്കാനുള്ളൊരു തീരുമാനം വരികയാണ്. CNIയിലെ മെത്രാനാക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഉടനെ ബെർണഡിൻ പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ മെത്രാനാക്കരുത്, എനിക്കപ്പോൾ സമയം കിട്ടില്ല, എനിക്കെൻ്റെ ഈശോയെ പ്രഘോഷിക്കണം. അതുകൊണ്ട് മെത്രാനാകാനായിട്ട് സമ്മതിച്ചില്ല. വീണ്ടും പിന്നത്തെ 2-3 കൊല്ലങ്ങളിലായിട്ട് വീണ്ടും 2 സ്ഥലത്തേക്കൂടെ മെത്രാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഫെറാറ എന്ന സ്ഥലത്തെ മെത്രാനായിട്ട് മറ്റൊരു കൊല്ലം തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അതും നിരസിച്ചു. വീണ്ടും ഉർബാന എന്നൊരു പ്രദേശത്തെയും കൂടെ മെത്രാനായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഈ 3 മെത്രാൻ സ്ഥാനങ്ങളും 3 സ്ഥലത്തെയും മെത്രാനാവുക എന്നുള്ള ആ കാര്യം
നിരസിച്ചു. വേണ്ട, എനിക്ക് എൻ്റെ ഈശോയെ പ്രഘോഷിച്ചാൽ മതി. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു. അന്ന് ഫ്ലോറൻസിൽ എക്യുമെനിക്കൽ കൗൺസിലിൽ വിവിധ സഭകളെ ഒന്നിപ്പിക്കുവാനുള്ള വലിയ ദൗത്യം ബെർണാഡിൻ ഏറ്റെടുത്തു. തൻ്റെ പ്രസംഗങ്ങൾ വഴി വ്യത്യസ്ത സഭകൾ ഒന്നായിത്തീർന്നു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് തങ്ങളുടെ ഫ്രാൻസിസ്കൻ സഭയുടെ തന്നെ ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അത് വേണ്ട എന്ന് കുറേ പറഞ്ഞെങ്കിലും അവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടത്തിന് കീഴ്വഴങ്ങിയിട്ട് അല്പകാലത്തേക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 1430 വികാർ ജനറൽ ആവുകയാണ്. അന്ന് അവരുടെ സഭയിൽ 300 മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് തൻ്റെ ജനറൽ പദവി അവസാനിക്കുന്ന കാലഘട്ടമായപ്പോഴേക്കും സഭയിൽ 4000-ഓളം മെമ്പേഴ്സായി. 300 പുതിയ ആശ്രമങ്ങൾ കൂടി സ്ഥാപിക്കുകയുണ്ടായി. തുടർന്ന് ബെർണഡിൻ പറഞ്ഞു, ഇനി ഞാൻ സ്വതന്ത്രമായിട്ട് ഈശോയെ പ്രഘോഷിക്കട്ടെ. അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷം, 12 വർഷത്തെ ജനറൽ സ്ഥാനത്തിന് ശേഷം വീണ്ടും പ്രഘോഷണത്തിനായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വയസ്സ് 63 തൻ്റെ പണ്ടത്തെ ആരോഗ്യമില്ല. എങ്കിലും ഈശോയെ പ്രഘോഷിക്കുകയാണ്. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. ഒത്തിരിയേറെ കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുന്നുണ്ട്. 4ഓളം മരിച്ചുപോയവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഒരു യുവാവ് കാള കുത്തിയിട്ട് മരിച്ചുപോയി. മരിച്ചതറിഞ്ഞ ബെർണാഡിൻ ആ മൃതദേഹത്തിന്മേൽ കുരിശു വരച്ചിട്ട് ഈശോയുടെ നാമത്തിൽ നിനക്കൊന്നും പറ്റിയിട്ടില്ല, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ ഉടനെ ആ യുവാവ് ചാടി എഴുന്നേറ്റു. അങ്ങനെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ. പണ്ട് നടന്നാണ് ഇറ്റലി മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നടക്കാൻ പറ്റാതെ ആയി തുടങ്ങി. അപ്പോൾ കഴുതപ്പുറത്താണ് പ്രഘോഷണത്തിന് വേണ്ടിയിട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഒരു ദിവസം പെട്ടെന്നൊരു ദർശനത്തിൽ വിശുദ്ധ പീറ്റർ സെലസ്റ്റിൻ പ്രത്യക്ഷപ്പെടുകയാണ്. ആ വിശുദ്ധൻ ഇങ്ങനെ പറയുകയാണ് ബെർണഡിനോട്, ബെർണഡിൻ, അക്വീലായിൽ വെച്ച് നീ മരണമടയും. അക്വീലായുടെ മധ്യസ്ഥനായിട്ട് ഞാൻ അറിയപ്പെടുന്നത് പോലെ നിന്നെയും അക്വീലായുടെ മധ്യസ്ഥനായിട്ട് പിന്നീട് പ്രഖ്യാപിക്കും. ഈ ദർശനത്തിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നീട് ഒരു പ്രഘോഷണത്തിന് വേണ്ടി പോയപ്പോൾ, കഴുതപ്പുറത്ത് തന്നെ സഞ്ചരിച്ച് പോയപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് ക്ഷീണിച്ച് താഴെ വീഴുകയാണ്. അതോടുകൂടെ നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെടുകയാണ്. 1444 മെയ് 20 അന്ന് ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ തിരുനാൾ ദിവസമായിരുന്നു. ഈ വിശുദ്ധൻ മരിച്ച ആ ദിനത്തിൽ, ആ അവസരത്തിൽ വലിയ അത്ഭുതങ്ങൾ ആ നാട്ടിൽ നടക്കുകയാണ്. ഈ അത്ഭുതങ്ങൾ കണ്ടറിഞ്ഞിട്ട് കമ്മീഷനെ വെച്ചു അത്ഭുതങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. 30ഓളം അത്ഭുതങ്ങൾ മജിസ്ട്രേറ്റ് തന്നെ ഒപ്പുവെച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയേറെ അത്ഭുതങ്ങൾ ആ ഉടനെ തന്നെ നടന്നതുകൊണ്ട് 6 വർഷത്തിന് ശേഷം 1350 വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധ നിക്കോളാസ് 5 ബെർണഡിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴുമെല്ലാം വലിയ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഒരു വലിയ അത്ഭുതം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അന്ന് നേപ്പിൾസിൽ ബ്ലാസിയോ എന്ന് പറഞ്ഞ ഒരു 11 വയസ്സുകാരൻ ബാലനുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് മരിക്കുകയാണ്. ഈ ബാലൻ്റെ വീട്ടുകാർക്ക് വിശുദ്ധ ബെർണാഡിനോട് ഭയങ്കര ഭക്തിയുണ്ട്. ഈ ബാലൻ മരിച്ചു. പിറ്റേ ദിവസം ശവസംസ്കാരമാണ്. ഡെഡ് ബോഡി കല്ലറയിലേക്ക് വെക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ഈ ബാലൻ സ്വപ്നത്തിൽ നിന്നെന്ന പോലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആരും ഒന്നും ചോദിച്ചിട്ടുമില്ല, പ്രാർത്ഥിച്ചിട്ടും ഒന്നുമില്ല. പക്ഷെ ഈ ബാലൻ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, വിശുദ്ധ ബെർണഡിൻ എന്നെ ഉയർപ്പിച്ചു. വിശുദ്ധ ബെർണഡിൻ എൻ്റെ അടുത്തുണ്ട്. വിശുദ്ധൻ എന്നോട് പറഞ്ഞു, ബ്ലാസിയോ, നീ പേടിക്കേണ്ട, നിന്നെ ഞാനൊരു ദൗത്യവുമായിട്ട് ഇപ്പോൾ ലോകത്തിലേക്ക് അയക്കാൻ പോവുകയാണ്. ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ നീ ഒന്ന് കാണണം, പേടിക്കേണ്ട, ഇത് ജനത്തോട് പറയണം. എന്നിട്ട് ബ്ലാസിയോ എന്ന ബാലൻ പറയുകയാണ്, ഞാൻ കണ്ടത്, എന്നെ സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഈ 3 കാര്യങ്ങൾ എന്നെ കാണിച്ചു തന്നിട്ട് എന്നോട് അവിടെ കണ്ട കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ ഈ നാട്ടിൽ പോയിട്ട് പറയാനായിട്ട് ബെർണഡിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ബെർണഡിൻ പറഞ്ഞു, കണ്ടില്ലേ, അതാണ് നരകം. നരകത്തിലേക്ക് ബ്ലാസിയെ നോക്കിയപ്പോൾ തൻ്റെ നാട്ടിൽ നിന്നുള്ള കുറേ പേരെ കാണുന്നുണ്ട്. എന്തിനാണ് ഇവരെല്ലാം നരകത്തിൽ കിടക്കുന്നത്? ഇവർക്കെല്ലാം ധനത്തോട് ഭയങ്കരമായ ആർത്തിയാണ്. മ്ലേച്ഛ പാവങ്ങൾക്ക് അടിമപ്പെട്ട ഒത്തിരി പേര് ഇവിടെയുണ്ട്. കുറേ പേര് മറ്റുള്ളവരുടെ സമ്പത്ത് തട്ടിയെടുത്തിട്ട് സുഖമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. ബ്ലാസിയോ പറയുകയാണ്, എൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരാളെ ഞാൻ അവിടെ കണ്ടു. ഇത് ജനത്തോടാണ് ഈ പ്രസംഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരാൾ അവിടെയുണ്ട്. അയാൾ മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിയെടുത്തിട്ട് ജീവിക്കുന്നതെന്ന്.
ഈ പ്രസംഗം കേട്ടപ്പോൾ, ഈ ബ്ലാസിയോടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ, ഈ തട്ടിയെടുത്ത ആളുടെ മകൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ മകൻ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് അങ്ങനെ തട്ടിയെടുത്ത സമ്പത്തെല്ലാം വേഗം മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുത്തിട്ട് പാവങ്ങൾക്കത് വിതരണം ചെയ്തിട്ട് അയാൾ സന്യാസത്തിലേക്ക് പോയി. തുടർന്ന് അയാളെ കൊണ്ടുപോകുന്നത് ശുദ്ധീകരണ സ്ഥലത്തേക്കാണ്. അവിടെയും തൻ്റെ നാട്ടിലുള്ള ആളുകൾ ഈ അടുത്തെല്ലാം മരിച്ചുപോയവരെയും പണ്ട് മരിച്ചവരെല്ലാം കണ്ടു, ബന്ധുക്കളെ എല്ലാം കണ്ടു. അവർ പറഞ്ഞു, നിങ്ങൾ ബ്ലാസിയോ, നീ ലോകത്തിൽ പോയി വേഗം ഇവരോടെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പരിത്യാഗങ്ങൾ അനുഷ്ഠിക്കാനും പറയണം. അവിടെ വെച്ചൊരപ്പൻ പറയുകയാണ്, ബ്ലാസിയോ, നീ പോയിട്ട് എൻ്റെ മകനോട് പറയണം, ഞാൻ ദരിദ്രർക്ക് വേണ്ടി ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമ്പത്ത് എൻ്റെ മക്കളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരത് ഇപ്പോൾ അത് കൊടുക്കുന്നില്ല, മാറ്റി മാറ്റി വെച്ചിരിക്കുക. അവരോടത് കൊടുക്കാൻ പറയണം. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി കുർബാന ചെല്ലാമെന്ന് ഏറ്റിരുന്ന എൻ്റെ മക്കൾ അത് ചെയ്യാതെ നീട്ടി വെക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയണമെന്ന്. അങ്ങനെ ബ്ലാസിയോ വളരെ തൻ്റെ ഇടത്തോടുകൂടി 11കാരൻ മറ്റാരും പഠിപ്പിക്കാതെ ഈ നിത്യസത്യങ്ങളെല്ലാം ജനങ്ങളോട് പറയുകയാണ്. ഒപ്പം തന്നെ ബ്ലാസിയോ പറയുകയാണ്, തുടർന്ന് എന്നെ സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോയത്. സ്വർഗത്തിൽ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു, ഈശോ ഉണ്ട്, മാതാവ്, വിശുദ്ധര് എല്ലാവരും, അതുപോലെ തന്നെ ഒത്തിരിയേറെ കുടുംബാംഗങ്ങളെല്ലാവരും ഞാൻ അവിടെ കണ്ടു. എനിക്ക് സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലൂടെയും മരണശേഷവും വിശുദ്ധ ബെർണാഡിൻ ഇപ്പോഴും നമ്മെ യേശുവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്ര നേരം വിശുദ്ധൻ്റെ ചരിത്രത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. വിശുദ്ധ ബെർണാഡിൻ ഒട്ടേറെ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ്. നമ്മളത് കേട്ടു. ചെസ്റ്റ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ, അതുപോലെ തന്നെ ഇറ്റലിയിലെ കുറേ പ്രദേശങ്ങളുടെ മധ്യസ്ഥനാണ്. അതുപോലെ തന്നെ അഡ്വർടൈസേഴ്സിൻ്റെ മധ്യസ്ഥനാണെന്നാണ് പറയുക. എന്താ കാരണം? നമ്മൾ പറഞ്ഞു IHS എന്നുള്ള ഒരു ഐക്കൺ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ജനങ്ങളെ ഈശോയിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ അതുകൊണ്ട് അഡ്വർടൈസിങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്ന പരസ്യങ്ങളുടെ എല്ലാം മധ്യസ്ഥനാണ്. അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസിൻ്റെയും മധ്യസ്ഥനാണ്. കാരണം എന്താ? വിശുദ്ധൻ തൻ്റെ വാക്കുകൾ വഴി ജനങ്ങളെ എല്ലാം അനുരഞ്ജനപ്പെടുത്തി എല്ലാ ബന്ധങ്ങളും ഊട്ടിയുറപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശുനാമത്തിൻ്റെ ശക്തിയാൽ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ രംഗങ്ങളിലും വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ബന്ധനങ്ങൾക്കെല്ലാം വിടുതൽ ലഭിക്കട്ടെ. എല്ലാ വ്യക്തികൾക്കും ഈശോയിൽ വലിയ സ്വാതന്ത്ര്യവും വലിയ സ്നേഹവും വലിയ പ്രത്യാശയും ഉയർച്ചയും എല്ലാം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധ ബെർണാഡിൻ്റെ മധ്യസ്ഥം നമ്മുടെ എല്ലാ നിയോഗങ്ങളിന്മേലും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.